സുഖമാണീ നിലാവ്, എന്തു സുഖമാണീ കാറ്റ്, അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ. ഗോപാലകൃഷ്ണൻ നായർ 5 വർഷം മുമ്പ് എനിക്കൊരു വാക്ക് തന്നിരുന്നു. എന്നെൻ്റെ അക്കൗണ്ടിൽ 5 കോടി റുപ്യ വരുന്നു, അന്ന് നിങ്ങളുടെ മോളെ എനക്കുള്ളതാണ്. ഓർമ്മയില്ല? നിങ്ങൾ ആ വാക്ക് പാലിക്കേണ്ട സമയമായിരിക്കുന്നു. എന്നാ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിൽ പരിശോധിക്കാം. ബാങ്ക് സ്റ്റേറ്റ്മെന്റാ? നിങ്ങൾ ഈ കടലാസ് വായിച്ച് നോക്കാണ്ട് ഈ ചക്കനെ അടിച്ച് പുറത്താക്കാൻ നോക്ക്. രാഘവ മാഷേ, ഈ ഗോപാലകൃഷ്ണൻ നായർക്ക് വാക്കാണ് ദൈവം, വാക്കാണ് സത്യം. നിങ്ങൾ നേരത്തെ നായരാന്ന്. വാക്കാണ് നിങ്ങളെ ദൈവമെങ്കില് നിങ്ങൾ ഞാക്ക് വന്നത് തോക്കാം. ഒരു പെട്ടിയും കുറച്ച് കടലാസും ആയിട്ട് ഒരു പൊങ്കളാസുകാരൻ വന്നപ്പോഴേക്കും. മിസ്റ്റർ ജയേഷ്, ഇങ്ങക്കും 1 കോടി വെച്ചോളൂ. ഹാപ്പി അല്ലേ? മാമ്പറത്ത് ആണുങ്ങളെ പൈസയും കാണിച്ച് മയക്കാൻ നോക്കുന്ന ഓർഡറാ വരാൻ എന്റെ കല്യാണം കൊണ്ടെത്തുന്നത്. ആദ്യം ഇനി എന്റെ സ്വപ്നത്തിൽ നേടിയിട്ട് പോടാ പറക്കി. സ്വപ്നത്തിൽ വരെ കല്യാണം കഴിക്കാൻ വിടില്ലല്ലോ എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ. മത്തങ്ങ കവിള് വരട്ട താടിയും ഒന്ന് പെറ്റണീറ്റ അമ്മച്ചീനെ പോലെ ഉണ്ട്. தம்பி நல்ல குடும்ப பொண்ணை மட்டும் பாருப்பா. ஜெய்சே, இவங்க என்ன எக்ஸசைஸ் பண்ண வர்றாங்களா இல்ல எக்ஸ்போஸ் பண்ண வர்றாங்களா? யார் வர்றது? डॉक्टर गुड मॉर्निंग अक्का. आज हॉस्पिटल बोले बस निकल ही रही. ये लो. हाँ सही. ക്യൂട്ടത്തിയാണല്ലോ. ഫിക്സ് ഉറപ്പിക്കേ. എന്തിനാ വെയിറ്റ് ചെയ്യണേ? എന്റെ മോളെ എന്തൊരു ഫിൽറ്ററാണേ ഈ ഫിൽറ്റർ പരിപാടി. ഒന്നും മാമ്പറത്തെ ജേഷന്റെ അടുത്ത് നാട്ടക്കൂല മോളെ. 95 തൊട്ട് കമ്പ്യൂട്ടർ കളിക്കുന്ന ഞാൻ അറിയാവാ. നീ ഫിൽറ്റർ മാറ്റി കളിച്ചോണ്ടിരുന്നു. ഇവിടെ കൊച്ചു പിള്ളേർ ഒരു STD പോസ്റ്റ് ഇടന്നു. STD സേവ് ദ റേറ്റ്. നീ അമ്മാരി കൊണ്ടാണോ STD എന്ന് പറയുമ്പോ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന മഫനോടല്ല ഞാനെന്ത് പറയാം. AD 2000 കഴിഞ്ഞ് ജനിച്ചോര് വരെ കെട്ടി പിള്ളേരായി. എന്ന് വെച്ചാൽ കിന്നാർത്തുമ്പി റിലീസായ വർഷം ജനിച്ചവന്മാര് കുടുംബനാഥന്മാരായി. അതിനിടയ്ക്ക് 37 വയസ്സായ ഈ അഭ്യാസം. പ്രോട്ടീനൊന്നും ഒരു കുറവില്ല, പക്ഷെ ഒരു കാര്യവും ഇല്ലല്ലോ. എന്നാ ഇനി ഒരു കാര്യം ചെയ്യടാ, എന്റെ മുട്ടയും കൂടെ എടുത്ത് വിഴുങ്ങ്. രാവിലെ തന്നെ മനുഷ്യനെ സമാധാനം കിട്ടാനായിട്ട്. അതിലെ 2ാമത്തെ കുട്ടീൻ്റെ പൊരുത്തം ഞാനൊന്ന് നോക്കുമ്പോ സമസപ്തമെല്ലാം കിട്ടുന്നുണ്ട്, പക്ഷെ ആയുസ് പൊരുത്തം കുറവാണ് എനിക്കറ. അപ്പൊ കാര്യമില്ലല്ലോ ജയശേ, സമസപ്തം കിട്ടിയിട്ട് ആയുസ് കിട്ടില്ലേ പിന്നെ എന്ത് കാര്യടോ? ആയുസ് വെച്ച് കളിക്കാൻ പറ്റും ജയശേ. ഒറ്റ അപ്പോ 1ാമത്തെ 3ാമത്തെ എടുക്കല്ലേ? 4ാമത്തെ എന്താ? അതിൽ 10-ൽ 8 പൊരുത്തൂലേ? അത് മാത്രം മതിയാ. കാതോളം നീണ്ടതാണെന്ന് കാണുമ്പോൾ തോന്നിടും മിഴി, കാമുകന്മാർ കുഴിഞ്ഞിട്ട കാമപ്പെണ്ണിനുള്ളതാവാ. എന്റെ പൊന്നി ഏശ വയസ്സ് 38 എത്തി. ഇങ്ങനെ കോടാമ്പി കോളാങ്കി നോക്കിയിരിക്കണം. മലപ്പുറത്തുള്ള ഏതെങ്കിലും ഒരുത്തിയെ കെട്ടാൻ നോക്ക്. നീ പോടാ. എന്തായാലും പറയും ഫീലായി. അമ്മ, ഞാൻ രാവിലെ 7 മണിക്ക് അയച്ച മെസ്സേജ് അല്ലേ? നിങ്ങൾക്ക് ഇതുവരെ അത് തുറന്നു നോക്കാൻ പറ്റിയില്ല? മോനെ ഞാൻ അമ്പലത്തിലേനു. നിങ്ങൾക്ക് അമ്പലാണോ വലുത്, ഞാനാണോ വലുത്? എന്റെ കാര്യം നടക്കാനല്ലേ മോനെ. ഈ അമ്പലമെല്ലാം ഞാൻ കേറി ഇറങ്ങി നടക്കുന്നു. ശരി, കരയണ്ട. ഞാൻ അയച്ച പ്രൊഫൈൽസ് എല്ലാം നോക്കിയിട്ട് വേഗം ജിതേഷ് പോലീസിന് അയച്ചു കൊടുക്ക്. വല്ല ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ പിന്നെ ആ വഴിക്ക് പോകണ്ടല്ലോ. അമ്മ, ഞാൻ പിന്നെ വിളിക്കാം. ശരി മോനെ. ഹായ് ബേബി. ഹലോ.
ഞാൻ നിങ്ങളെ ജീവിത പങ്കാളി മാട്രിമോണിന്റെ ഒരു പ്രീമിയം കസ്റ്റമർ അല്ലേ? എന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചുള്ള മാച്ചസും റിക്വസ്റ്റും അല്ലേ എനിക്ക് വരേണ്ടത്? അതിന് പകരം എന്തൊക്കെ വണ്ടി വിലയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ലാപ്സാണ് നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർ, ഞങ്ങളുടെ സെർവർ ഡൗൺ ആയി പോയി. അതുകൊണ്ട് ആൽഗോരിതം ഒന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. വി റിയലി സോറി. സർവർ അപ്പായ സമയത്ത് ഇതിന്റെ അൽഗോരിതം ഒന്നും വർക്ക് ആയിട്ടില്ല. ഞാൻ ഇവിടെ പോരെ നടന്ന് നിൽക്കുക. 38 വയസ്സിനുള്ളിൽ എന്റെ കല്യാണം നടക്കണം ബേബി. ഡൺ ആക്കാം സർ, ഡൺ ആക്കാം. ഉറപ്പായിട്ടും നടന്നിരിക്കും. ആ നടക്കണം. ജയ്ഷേ, ഗുഡ് മോർണിംഗ്. ഇതാ റൈറ്റർ താത്രിക്കുട്ടിയാ. താനൊരു സോറി പറഞ്ഞേക്ക്, അതോടെ പ്രശ്നം തീരുമല്ലോ. ഞാൻ എന്തിനു സോറി പറയണം? ഓളൊരു നോവൽ എഴുതി, അതിനെ വിമർശിച്ചുകൊണ്ട് ഞാനൊരു ക്രിട്ടിക് എഴുതി. ഞാൻ ചെയ്ത എന്റെ ജോലിയാണ് എന്ന് വെച്ച് താൻ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചത്? ഇതിന് വിമർശനം എന്നല്ല പറയാ, ഒന്ന് കൊല വിളിക്കാന്ന് പറയാ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് ഒരു പുസ്തകം എഴുതാമെങ്കിൽ അതേ രാജ്യത്ത് അതേ റൈറ്റ്സ് ഉള്ള പൗരൻ എന്ന നിലയിൽ എനിക്കൊരു വിമർശനം എഴുതാം. മാങ്ങാ തൊലി. എന്നിട്ടാണോ LGBTQ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ് അവരുടെ പുസ്തകം പ്രകൃതി വിരുദ്ധാന്ന് താൻ ആക്ഷേപിച്ചത്? അവർക്ക് പണി അറിയില്ല, അടുക്കളയിൽ പോയി ചപ്പാത്തി ചുട്ടാ മതി, എന്തൊക്കെ തോന്നിയസോടെ താൻ എഴുതി വിട്ടെ. ഒന്നാം തരം സ്ത്രീ വിരുദ്ധതയല്ലേ അതൊക്കെ? അതിന്റെ മൗലികാവകാശം. എന്ത് സ്ത്രീ വിരുദ്ധതയോ? അതെ ജേഷേ, താൻ കരുതുന്ന പോലെ സ്ത്രീയല്ല അവര്. സിബുകൂറോടെ ജേഷേ. ഓള് വിചാരിക്കുന്ന പോലെ ഒരാണുമല്ല ഞാൻ. ഏടിയോ ഇരുന്നിട്ട് സ്വന്തം പേര് മുഖം മറിച്ച് തൂലികാ നാമത്തിൽ എഴുതുന്ന ആളല്ല ജയേഷ്. മാമ്പറത്തെ ജയേഷ് മാപ്പ് പറയില്ല സുമിത്ര. പ്ലീസ് ലീവ്. ഹലോ താത്രിക്കുട്ടി, ഞാനിവിടെയൊക്കെ നോക്കി, എവിടെയും കാണാനല്ല ജയേഷിനെ. വാഷ്റൂമിലാണെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ആ തെണ്ടിയോട് പറഞ്ഞേക്ക്, എന്റെ കൺവെട്ട് തെങ്ങാനും അവനെ കിട്ടിയാ അടിച്ചവന്റെ പല്ല് ഞാൻ തെറിപ്പിക്കുന്നു. ബ്ലഡി ഷോവനിസ്റ്റിക് പിഗ്. ഓക്കെ ഓക്കെ, ഐ വിൽ കൺവേ ദ മെസ്സേജ്. ഓക്കെ. മ്യൂട്ടാക്കിയില്ലല്ലോ സാർ. കം കം കം. എങ്ങനുണ്ട് ജയേഷേ നമ്മുടെ അടുത്ത മാസത്തെ മാഗസിൻ കവർ? സാർ, നമ്മളതൊരു ലിറ്റററി മാഗസീൻ അല്ലേ? ഈലും വേണം തുണി അഴിച്ചിരുന്ന പെമ്പിളറെ ഫോട്ടോസ്. എടാ, ഗ്ലാമർ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാണ്. നീ ചുമ്മാ ഒരുമാതിരി ഈ ഫേസ്ബുക്ക് അമ്മാമാരെ പോലെ സംസാരിക്കാതെ. ബാബു സാറേ, നമ്മള് ഫയർ ഇറക്കുന്നേ. അല്ലടാ മുത്തിച്ചിപ്പി, എസ്തറ്റിക് സെൻസറുള്ള ഒരു മണാവണാച്ചന്മാരും ഇല്ലേ? സാറേ, എനിക്ക് പണിയുണ്ട്. ജയേഷേ പിണങ്ങാതെ. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, നാട്ടിൽ പോണ്ടേ? പിന്നെ നാട്ടിൽ പോകണ്ട്. ഈ ചങ്ങാതിയുടെ ഒരു കാര്യമേ, എല്ലാ വെള്ളിയാഴ്ചയും നാട്ടിൽ പോകും. ശനി ഞായറും പെണ്ണ് കാണും. തിങ്കളാഴ്ച കറക്റ്റായിട്ട് തിരിച്ചു വരും. ഇല്ലെങ്കിൽ ജോലി പോകും. സാറേ, നല്ലൊരു ഭാര്യനെ കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ജയേഷേ, നിന്റെ സങ്കല്പത്തിലുള്ള പോലെ ഒരു ഭാര്യയെ കിട്ടാന്ന് പറഞ്ഞാൽ ഈ 21ാം നൂറ്റാണ്ടിൽ ഒരു ഡൈനസോറിനെ തപ്പി നടക്കുന്ന പോലെയാ. ഓക്കെ വിട്ടു. ജോക്സ് അപ്പാർട്ട്, പ്ലീസ് ഗോ ഗെറ്റ് യുവർ ഡൈനസോർ.